ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പിയാണ്. റവയും കുറച്ച് ചീസും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. വളരെ ഈസി റെസിപ്പിയുമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മിക്സും ഉള്ള ഒരു റെസിപ്പിയാണിത്. ഇതിനായിട്ട് ഞാൻ ആദ്യമേ ഒരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒന്ന് ചൂടാകാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ജീരകമാണ്. ഒരു 1/2 ടീസ്പൂണോളം ജീരകം മതിയാവും. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചതച്ച മുളകാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ കുരുമുളക് പൊടിച്ചതും 1 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എരിവിനായിട്ട് നമ്മൾ ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ, അതായത് ചതച്ച മുളകിൻ്റെയും അതുപോലെ കുരുമുളക് പൊടിയുടെയും അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാവുന്നതാണ്. എരിവ് കുറച്ചാണെങ്കിൽ ഇത് കുറച്ച് ചേർത്താൽ മതിയാവും. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പോളം സവോള അരിഞ്ഞതാണ്. ചെറുതായിട്ട് അരിഞ്ഞ സവോള ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ചേർക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. 1 കപ്പ് റവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. റവ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തീ ഒരുപാട് കൂട്ടി വെക്കരുത്. തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നമ്മൾ ഇളക്കി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് അതുപോലെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ റവ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അത് കട്ടയായി വരും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് തന്നെ റവ ഒന്ന് വെന്ത് വരും. തീ കുറച്ച് വെച്ച് തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് ഷേപ്പ് ചെയ്യാൻ പാകത്തിനുള്ള ആ ഒരു മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇതിനി ഇതുപോലെ ഞെക്കിപ്പൊത്തി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെക്കുമ്പോഴത്തേനും അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സെറ്റായി വന്നോളും. അതിനുശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ മിക്സ്. ഇതിപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്, തീരെ തണുത്ത് പോയിട്ടില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചീസാണ്. ഞാനിതൊരു ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചീസ്. 1 കപ്പോളം ചീസ് ഗ്രേറ്റ് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. റവ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ചേർക്കുമ്പോഴാണ് നന്നായിട്ട് മിക്സായി കിട്ടുക. അപ്പം നമ്മൾ ചേർത്തേക്കുന്ന ചീസും ഈ റവ മിക്സും കൂടി നന്നായിട്ട് ചെറു ചൂടോടുകൂടി തന്നെ നമ്മൾ യോജിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. കൈകൊണ്ട് നമുക്ക് ടച്ച് ചെയ്യാവുന്ന ആ ഒരു ചൂടിൽ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല പ്രോപ്പറായിട്ട് നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുക. ഇപ്പോൾ റവയും ചീസും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിക്സ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതിൽ നിന്ന് കുറച്ചെടുത്ത് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമ്മൾ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ നല്ലൊരു ബോൾ ഷേപ്പിലേക്ക് ആക്കി എടുക്കുക. ചെറിയ ചെറിയ ബോൾസ് ആക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് ആയിട്ടാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും പ്രിപ്പയർ ചെയ്തെടുക്കണം. ഇത് ചെറു ചൂടോടുകൂടി തന്നെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിലേക്ക് കിട്ടും. അതെല്ലാം തീരെ തണുത്ത് പോയിട്ട് ചെയ്യാനിരുന്നാൽ ചിലപ്പോൾ ഇതിലേക്ക് ക്രാക്കൊക്കെ വരും. നമുക്ക് നന്നായിട്ട് ബോൾസ് ആക്കി എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ ചെയ്യുക. ഇതുപോലെ എല്ലാ ബോൾസും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പം ഇതുപോലെ എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് കൊണ്ട് റവ കൊണ്ട് നമുക്ക് 30ഓളം ബോൾസ് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇവിടെ കുറച്ച് എണ്ണ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ബോൾസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ എണ്ണയിലേക്ക് ബോൾസ് ഇടുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, അത് പൊട്ടിപ്പോവാതെ സൂക്ഷിച്ച് തന്നെ അത് ഇട്ട് കൊടുക്കുക.
ഇനി ഈ ബോൾസ് എല്ലാം നല്ല ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ സൈഡും ഒരേപോലെ തന്നെ നല്ല ഗോൾഡൻ കളറായി വരാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് പുറമേ ഉള്ള ആ കോട്ടിങ് മുഴുവനും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും. അകത്താണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സുമാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഇപ്പം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ ബോൾസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങളതുപോലെ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക. അപ്പം ഇനിയും തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് താങ്ക് യു.